ചോറിനൊപ്പം ഉണ്ടല്ലോ ഇതുപോലെ ഒരു സംഭവം ഉണ്ടെങ്കിൽ സൂപ്പറാട്ടോ, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഉണ്ടല്ലോ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ കുഞ്ഞുള്ളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തൈരിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡി ആയിട്ട് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.